ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നാടൻ രീതിയിൽ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1 കിലോ ചിക്കനാണ് ഇത് തലേദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഏതായാലും കഴുകി വൃത്തിയായിട്ട് വെക്കണ്ടേ. അപ്പോൾ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞതും ഒരു 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ ഒരു രാത്രി ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല നാടൻ രീതിയിൽ എങ്ങനെയാണ് ഫ്രൈ ചെയ്യാൻ നോക്കാം. നമുക്കൊരു പാൻ അടപ്പത്തേക്ക് വയ്ക്കാം. അതിൽ കറുകപ്പട്ട 2-3 ചെറിയ കഷ്ണം കറുകപ്പട്ട, 2-3 ഏലക്കായ, പെരിഞ്ചീരകം 1 ടീസ്പൂണ്, കുരുമുളക് 1 ടീസ്പൂണ്, പിന്നെ മല്ലി, മുഴുവൻ മല്ലിയാണ് വേണ്ടത്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ ടീസ്പൂണ്, അതായത് ഒരു 6 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് ചൂടായതിന് ശേഷം മുളക്, നമ്മുടെ ഉണക്കമുളക് ചേർക്കുക. അതൊരു 5-6 മതി. നമ്മൾ തലേദിവസം റെഡ് ചില്ലി പുരട്ടി വെച്ചിരിക്കുന്നതല്ലേ, അത് കാരണം കൊണ്ടാണ്. ഇനി എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിനാകുമ്പോൾ എരിവ് കൂടുതലുള്ള മുളകല്ലേ. അത് നല്ലോണം വറുത്തെടുക്കുക. വറുത്ത് കഴിഞ്ഞു ഇനി അതൊരു പ്ലേറ്റിലേക്ക് പകർത്തി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് അടിച്ചെടുക്കാം. എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയൊരു വലിയ പാൻ അടപ്പത്തേക്ക് വയ്ക്കാം. അതിലൊരു 3-4 ടീസ്പൂണ് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ മതി ഇതിലേക്ക്. നാടൻ രീതിയിലുള്ള ചിക്കൻ റോസ്റ്റ് തന്നെ. അതിലേക്കൊരു 3 ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അതിലേക്ക് വേണ്ട ഉപ്പും ചേർത്ത് നല്ല ഫ്രൈ ആവണം വരെ ആക്കണം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ഇടാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, 2 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ച് വെച്ചത്, 2 ടീസ്പൂണ് ഇഞ്ചിയും ചതച്ച് വെച്ചത്, പിന്നെ മസാല പൗഡർ നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലേ, അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. കുറച്ചു നേരം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ ഇട്ടാൽ മതി. ഒന്ന് തിളയ്ക്കണ വരെ ഹൈ ഫ്ലെയിമിൽ ഇടുക. ചൂടായതിനു ശേഷം ചെറിയ തീയിലേക്ക് മാറ്റുക. എന്നിട്ട് വീണ്ടും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെളിച്ചെണ്ണയൊക്കെ കുറേശ്ശെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം തന്നെ കുറച്ച് വെന്തിട്ടില്ല ചിക്കൻ, വേവായിട്ട് മതി നമുക്ക് തുറന്ന് വെച്ച് വേവിക്കല്. അപ്പോൾ വീണ്ടും ഒന്നുകൂടി മൂടി വയ്ക്കാം. നല്ലോണം വെളിച്ചെണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. നമ്മളെ ചിക്കനിലുള്ള വെള്ളം മാത്രമാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതില് വെളിച്ചെണ്ണയും ആ ചിക്കനിലത്തെ നെയ്യാണ് ഒരുക്കിയിരിക്കുന്നത്. നല്ലപോലെ വെച്ച് തുറന്ന് വെച്ചിട്ട് ഇനി കുറച്ച് നേരം അതിലുള്ള വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വറ്റി തനി റോസ്റ്റ് ആക്കി എടുക്കണ്ടേ. നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടിട്ട് നമുക്കത് ഇനി ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ റോസ്റ്റ്? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.